കോഴിക്കോട്ടേക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പോകണം. കോഴിക്കോട് ജില്ലയിൽ നമുക്കറിയാം പറഞ്ഞ പോലെ 2 സീറ്റുകളിൽ മാത്രം അല്ലെ UDF ജയിച്ച ഒരു ജില്ലയാണ്. ഇത്തവണ അതിനേക്കാളും നില മെച്ചപ്പെടുത്തുവാൻ കോഴിക്കോട് സ്വാഭാവികമായിട്ടും ഇത്തവണ സാധിക്കും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ പ്രകടനവും ഒക്കെ വിലയിരുത്തി നോക്കി കഴിയുമ്പോൾ കോഴിക്കോട് ജില്ല ഇത്തവണ ഒരു ഡിസൈഡിംഗ് ഫാക്ടർ ആയിരിക്കും. UDFനെ ഭരണത്തിലേക്ക് എത്തിക്കുന്നതിൽ അവിടെ ഒരു മുസ്ലിം കൺസോളിഡേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും പ്രകടമാകുന്നത് മലപ്പുറം കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ തന്നെയായിരിക്കും. കോഴിക്കോടായിരിക്കും അതിൻ്റെ ഒരു ചൂണ്ടുപലക എന്ന് പറയുന്നത്. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ കൂടുതൽ സീറ്റുകൾ UDF പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വരുവാനുള്ള സാധ്യതയുമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ UDF പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ ഇവയൊക്കെയാണ്. കൊടുവള്ളി കഴിഞ്ഞ തവണത്തെ പോലെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉറപ്പിച്ച മണ്ഡലങ്ങൾ വടകര കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും കിട്ടും. കോഴിക്കോട് സൗത്ത്, അതുപോലെ തന്നെ എലത്തൂരും UDF പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ്. പേരാമ്പ്ര, ബാലുശ്ശേരി, കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ, കുന്നമംഗലം ഈ സീറ്റുകളാണ് LDF ഉറപ്പിച്ചു പറയുന്ന സീറ്റുകൾ. ഇതിനപ്പുറത്തും സീറ്റുകളുണ്ട്. ഇതിൽ വ്യത്യാസം വരുവാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. 2 എന്നുള്ളത് 4 സീറ്റുകൾ ഇത്തവണ UDF അവിടെ ഉറപ്പിക്കുന്നുണ്ട്. അതിന്റെ മുകളിലേക്കുള്ള കണക്കിലേക്കൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ കൺസോളിഡേഷന്റെ ഒക്കെ കണക്ക് വരുമ്പോൾ അതിന്റെ മുകളിലേക്കുള്ള കണക്കിലേക്ക് ഒരുപക്ഷെ UDF സംവിധാനം എത്തിയേക്കാം എന്ന് വേണം കരുതാൻ. ഇവിടെ LDF കുന്നമംഗലം ഉറപ്പിക്കുമ്പോഴും കുന്നമംഗലത്ത് തിരിച്ചു വരുവാനായിട്ട് ഇത്തവണ മുസ്ലിം ലീഗിന് കഴിഞ്ഞേക്കാം. അങ്ങനെ വരുമ്പോൾ കുന്നമംഗലത്ത് പൂർണ്ണമായിട്ടും അതൊരു LDF സീറ്റ് എന്ന് പറയുവാൻ കഴിയുകയില്ല. കോഴിക്കോട് നോർത്ത് ശരിയാണ്. കോഴിക്കോട് നോർത്ത് അത് LDF പക്ഷത്ത് തന്നെയാണ്. K ജയന്തിനേക്കാൾ തോട്ടത്തിൽ രവീന്ദ്രൻ തന്നെയാണ് സാധ്യത കൂടുതൽ. പക്ഷേ സൗത്തിൽ ഫൈസൽ ബാബു, ഈ പറഞ്ഞതുപോലെ തന്നെ ഫൈസൽ ബാബുവിന് സാധ്യത കൂടുതലുണ്ട് അഹമ്മദ് ദേവർകോവിലിനേക്കാൾ. പക്ഷേ ഇവിടെ ഇല്ലാത്ത സീറ്റുകളുണ്ട്. കുറ്റ്യാടിയിൽ ഒരു അട്ടിമറി നടന്നാലും ഇത്തവണ സംശയിക്കേണ്ടതില്ല. പക്ഷേ പേരാമ്പ്ര ഞാൻ പൂർണ്ണമായിട്ടും ഇപ്പോൾ LDF ഉറപ്പിച്ചത് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പേരാമ്പ്ര ഇത്തവണ LDF പക്ഷത്ത് പൂർണ്ണമായിട്ടും ഉറച്ചു നിൽക്കും എന്നതിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. UDFിലേക്ക് പോയാലും ഇത്തവണ UDF അത് തിരിച്ചു പിടിച്ചാലും അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. നാദാപുരവും കൊയിലാണ്ടിയും ഇത്തവണ UDFിന് ചാൻസ് ഉള്ള മണ്ഡലങ്ങളാണ്. അവിടെ ഇപ്പോൾ വർഷങ്ങളായിട്ട് അത് LDF പക്ഷത്താണെങ്കിൽ പോലും അഭിജിത്തും പ്രവീൺ കുമാറും ഇത്തവണ ഒരു അത്ഭുതം കാണിക്കുവാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ശരി കിരൺ, അത് UDFിനെ സംബന്ധിച്ച് കേരളത്തിൽ പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന ഈ പറയുന്ന എറണാകുളമോ അല്ലെങ്കിൽ മലപ്പുറമോ അല്ലാതെ മറ്റേതെങ്കിലും ഒരു ജില്ല LDF കോട്ട പിടിച്ചെടുക്കാൻ കഴിയുമെന്നൊരു ജില്ലയിൽ പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് കോഴിക്കോടാണ് ഏറ്റവും വലിയ ഒരു UDF ടാലിയിൽ ഒരു കുതിച്ചാട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നത്. LDFും ഏറ്റവും ആശങ്കയോട് കാണുന്ന ഒരു ജില്ലയും കോഴിക്കോട് തന്നെയാണ്. കാരണം കോഴിക്കോട് ഇടത് കോട്ടയായിരുന്നു എല്ലാ കാലത്തും. 2001 കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുമുന്നണിക്ക് വലിയ ഭൂരിപക്ഷം നേടിയ ഒരു ജില്ലയാണ്. 1-2 സീറ്റിനപ്പുറത്തേക്ക് കോൺഗ്രസ്സുകാരുടെ ഒരു P ശങ്കറിന് ശേഷം കോൺഗ്രസിന്റെ സീറ്റ് ഒരു കൈപ്പത്തി ചിഹ്നത്തിൽ ഒരാളെ ജയിപ്പിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അത് ലീഗിന്റെ ആള് പാറക്കൽ അബ്ദുള്ളൊക്കെ ജയിക്കുന്നത് ലീഗിന്റെ സ്ഥാനാർത്ഥികളാണ്. കോൺഗ്രസിന് ഒരു കാലത്ത് കോഴിക്കോട് ലോക്സഭയിലേക്ക് അനായാസം രാഘവൻ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ കോഴിക്കോട് വലിയ ശക്തി കേന്ദ്രമായിരുന്നു. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയ തരത്തിലുള്ള ഗ്രൂപ്പ് പോരാട്ടങ്ങളും തമ്മിൽ ദയവായി തുടരുക കിരണ സഹിത. ഇപ്പോൾ VD സതീശനും സുരേഷ് ഗോപിയും സംസാരിക്കുന്ന തത്സമയ തിരുവനന്തപുരത്താണ് എന്ന് വേണം കരുതാൻ. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് സതീശൻ ഇന്ന് ഇപ്പോൾ ട്രെയിനിൽ എത്തിയെന്ന് വേണം കരുതാൻ. അതെ, കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സതീശൻ എത്തുകയാണ്. അവിടെയാണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സുരേഷ് ഗോപിയുമായി സംസാരിക്കുന്നു. അവിടെ മുഹമ്മദ് ഷിയാസിനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. UDF പ്രവർത്തകരും സതീഷിനൊപ്പമുണ്ട്. നാളെ സതീശൻ ഈ സമയമാകുമ്പോൾ എന്തായിരിക്കും സതീശന്റെ ഇനിയുള്ള രാഷ്ട്രീയ ഭാവി എന്നുള്ളതടക്കം വളരെ പ്രധാനമാണ് എന്നുള്ളതാണ്. ഏറെ നിർണായകമായ ഒരു ദിവസം കൂടിയാണ്. ഈ രാത്രി ഒന്ന് ഇരുട്ടി വെളുത്തു കഴിയുമ്പോൾ ഈ സതീഷിനടക്കമുള്ള നേതാക്കന്മാരുടെ രാഷ്ട്രീയ ഭാവി നമുക്കറിയാം. UDF അധികാരത്തിൽ വന്നില്ല എങ്കിൽ വനവാസം എന്നൊക്കെ പ്രഖ്യാപിച്ച ഒരു നേതാവ് കൂടിയാണ് സതീശൻ. ഇപ്പോൾ സുരേഷ് ഗോപിയെ കണ്ടതിന് ശേഷം സതീശൻ മടങ്ങുന്നു. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ വന്ദേ ഭാരത് ട്രെയിനിൽ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്കായി എത്തിയതാണ് VD സതീശൻ. അവിടെ വെച്ചാണ് സുരേഷ് ഗോപിയെ കണ്ടതും അവർ തമ്മിൽ കുശലാന്വേഷണം നടത്തിയതും. VD സതീശൻ വന്ദേ ഭാരതിൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി പോകേണ്ട ജില്ല കോഴിക്കോട്. കോഴിക്കോട് കഴിഞ്ഞിട്ടില്ല. കോഴിക്കോട് എന്തായാലും കിരൺ പറഞ്ഞതുപോലെ കോഴിക്കോട് പിടിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് UDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം. അവിടെ മുസ്ലിം സമുദായത്തിന്റെ ഒരു കൺസോളിഡേഷൻ UDFിന് അനുകൂലമായി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലുണ്ട്. ഞാൻ അങ്ങനെ കരുതുകയാണ്. എന്തായാലും കോഴിക്കോട് കഴിഞ്ഞ തവണത്തെ പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മഞ്ജുഷ, അതിന് ഏറ്റവും പ്രധാനം കോഴിക്കോട് ജില്ല കോൺഗ്രസ് ഇല്ല. ഏറ്റവും കൂടുതൽ
how many seats you are predicting that? No, I think again, exit polls in our country have lots of problems. So I don't want to particularly rely on them, but they have all agreed with each other, which is amazing. Unanimous conclusion. And also, frankly, all the experts, the journalists, the observers, political analysts from various parties whom I have spoken to since the 4th of April, they're all unanimous that this is going to be a UDF win. So it would be an astonishing result if it were not that kind of win. So I think we're here to see what comes in tomorrow morning, but I'm expecting by mid-morning it will be a very clear and convincing narrative in our. അപ്പോൾ ശശി തരൂര് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നമുക്ക് കോഴിക്കോട് തുടരാം. കോഴിക്കോട് കിരൺ എത്ര സീറ്റുകൾ ഉറപ്പിക്കുന്നുണ്ട്? എത്ര വരെ ആകാം? 7-5 ആയിരിക്കും? 7-5 അല്ല 7-6 എന്നുള്ളതായിരിക്കുമോ? 6 സീറ്റുകൾ വരെയാണ് കോഴിക്കോട് UDF പ്രതീക്ഷ വെക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കോൺഗ്രസിനുള്ളിൽ വലിയ തോതിലുള്ള ഗ്രൂപ്പ് വഴക്കുകളും തൊഴുത്തിൽ കുത്തും എല്ലാം ഉണ്ടായിരുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് സംവിധാനം തന്നെ കഴിഞ്ഞ കുറച്ചു കാലമായി അവർ ശക്തിപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. ഈ പറയുന്ന തരത്തിലുള്ള വലിയ പുറത്തേക്ക് വരാതെ രീതിയിൽ പാർട്ടി ഐക്യത്തോട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. DC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പ്രവീൺ കുമാറിന് അക്കാര്യത്തിൽ അവിടെ ഏത് നേട്ടമുണ്ടായാലും അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് കോഴിക്കോട് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്നതാണ്. അവർ കോൺഗ്രസിനെ സംബന്ധിച്ച് പൂജ്യത്തിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പല്ല, കഴിഞ്ഞ 4-5 തെരഞ്ഞെടുപ്പുകളായി പൂജ്യത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് അവർ ഈ തവണ 4-5 സീറ്റുകളിലേക്ക് വിജയം പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിൻ്റെ സീറ്റുകൾ വിജയം പ്രതീക്ഷിക്കുന്നു. സ്വാഭാവികമായും ലീഗിൻ്റെ സീറ്റിൽ അവർ ഇത്തവണയും വിജയം ആവർത്തിക്കുമെന്ന്. അതിപ്പോൾ പേരാമ്പ്ര കൂടി ചിലപ്പോൾ വിജയം ആവർത്തിക്കുക. പേരാമ്പ്ര ഒരു കാരണവശാലും TP രാമകൃഷ്ണനെ പോലെ ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെടേണ്ടതേ അല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച പോലും ഉണ്ടാവേണ്ടതല്ല. പക്ഷേ LDFിൻ്റെ പ്രചരണത്തിൽ നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയിൽ നിന്നാണ്, അല്ലെങ്കിൽ അത്തരം ഒരു പ്രചരണത്തിൽ നിന്നാണ് അത് ചർച്ചയിലേക്ക് വരുന്നതും അവിടെ വലിയ ചർച്ചയാവുന്നതും ഫാത്തിമ തെഹ്ലിയ വലിയ തരത്തിലേക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകുന്നതും ഒക്കെ ചെയ്ത് അതടക്കം അവരിപ്പോൾ പ്രതീക്ഷിക്കുന്നു. ഈ കോഴിക്കോട് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഷിഫ്റ്റിന് ഇടവെച്ചത് വടകരയിൽ ഷാഫിയുടെ സാന്നിധ്യമാണ്. അതുണ്ടാക്കിയ ഒരു പുതിയ ഇക്വേഷൻസ് ഉണ്ട്. അതിന് പിന്നാലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ സാധ്യതയുള്ള മുസ്ലിം കൺസോൾട്ടേഷൻ, ഇതും കൂടെ വരുമ്പോൾ കോഴിക്കോട് വലിയ സാധ്യത UDFിനുണ്ട് എന്നതിൽ ആണ് ഇപ്പോഴുണ്ടാക്കുന്ന സാഹചര്യം. എന്തായാലും ഒരു ജില്ലയിൽ നിന്ന് UDFിന് കൂടുതൽ സീറ്റുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ സമാഹരിക്കാൻ കഴിയുന്ന ജില്ലയായി കോഴിക്കോട് മാറി. വടകര UDF, കുറ്റ്യാടി UDF, നാദാപുരം LDF, കൊയിലാണ്ടി UDF, പേരാമ്പ്ര UDF, ബാലുശ്ശേരി LDF, എലത്തൂർ UDF, കോഴിക്കോട് നോർത്ത് LDF. കണക്കെടുപ്പ് UDFിലേക്ക് എത്ര ചേർക്കണോ? അല്ല, കോഴിക്കോട് സൗത്ത് സ്വാഭാവികമായിട്ടും UDF, കോഴിക്കോട് നോർത്ത് LDF, ബേപ്പൂർ LDF, കുന്നമംഗലം UDF, കൊടുവള്ളി UDF, തിരുവമ്പാടി LDF. ഈ രീതിയിലായിരിക്കുമല്ലോ അല്ലേ? ഏറെക്കുറെ ഈ പറയുന്ന പോലെ എലത്തൂരിൻ്റെ കാര്യത്തിലാണ് നമുക്കൊരു ഉറപ്പ് പറയാം. ഏറെക്കുറെ ഈ സാധ്യതകൾ കൽപ്പിക്കുന്ന ഒരു തരത്തിൽ തന്നെയാണ് ഇപ്പോൾ മഞ്ജുഷ് പറഞ്ഞ ഇതൊക്കെ മണ്ഡലങ്ങളൊക്കെ തന്നെയും. എന്തു വന്നാലും UDFിനെ സംബന്ധിച്ച് കോഴിക്കോട് ജില്ല നേട്ടമായിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഇനി അത് LDFിനെ മറികടക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്നിരിക്കില്ല. അതാണ് കോഴിക്കോട് സാഹചര്യം. അതെ, ഒരു വ്യത്യാസം UDF പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിച്ചിരുന്നു കോഴിക്കോട് ജില്ലയിൽ എന്നുള്ളത് പ്രധാനമാണ്. നമുക്ക് മലപ്പുറത്തേക്ക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.